നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ശശികലയുടെ വീട്ടിലാണ്. കാരണം വളരെ ധൈര്യത്തോടെ ഒരാൾ, കാരണം ഈ ഒരു കേസിൽ ഒരു തുമ്പും കിട്ടാതിരിക്കുന്ന അവസരത്തിൽ ഒരു 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 ഓഡിയോ സന്ദേശം പുള്ളിക്കാരി അത് കൃത്യമായി റെക്കോർഡ് ചെയ്ത് അത് പോലീസ് ഏൽപ്പിച്ചിട്ട് എന്തെങ്കിലും നീതി കിട്ടുമെന്ന് കാത്തിരുന്നിട്ട് ആ നീതി കിട്ടാതിരുന്നപ്പോൾ ഇപ്പോൾ അവർ അത് മീഡിയയ്ക്ക് അത് പങ്കുവെച്ചപ്പോൾ ഇനിയിപ്പം പോലീസിനത് ഒളിച്ചു കളിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ആയിരിക്കുന്നു. ഈ ഓഡിയോ സന്ദേശം കിട്ടുമ്പോൾ തന്നെ ഇത് പുറത്തുവിടാനായിട്ട് തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ മകളുടെ കല്യാണം കല്യാണം നടക്കട്ടെ, അത് കഴിഞ്ഞിട്ടാട്ടെ എന്ന് പറഞ്ഞു നിന്നു. അപ്പോൾ അത് ഇപ്പം വന്ന് ഈ സെബാസ്റ്റിനെ അറസ്റ്റ് അത് അന്ന് കൊടുത്തിട്ട് അതിനെക്കുറിച്ച് യാതൊരു ഫലവും ഉണ്ടായില്ല. അപ്പോൾ സെബാസ്റ്റിൻ്റെ കേസ് വന്നപ്പോൾ അന്നേരം ഈ കേസ് പൊങ്ങി വരും എന്ന് കഴിഞ്ഞു. അപ്പോഴും ഇത് പൊങ്ങി വരാതെ വന്നപ്പോഴാണ് മീഡിയ. ചേച്ചി നമസ്കാരം. നമസ്തേ. ഇപ്പോൾ ഈ സെബാസ്റ്റിൻ്റെ കേസിൽ വലിയ ഒരു വെളിപ്പെടുത്തലുമായിട്ടാണ് ചേച്ചി നിൽക്കുന്നത്. കാരണം ഈ കേസ് എങ്ങോട്ട് പോകുമെന്ന് ആൾക്കാരൊക്കെ അന്തം വിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു കൃത്യമായ ഒരു വെളിപ്പെടുത്തൽ. മാത്രമല്ല ചേച്ചി അത് റെക്കോർഡ് ചെയ്ത് അത് പോലീസിന് എത്തിക്കുന്നു. എങ്ങനെയാണ് ഈ ധൈര്യം ഉണ്ടായത്? എങ്ങനെ തോന്നിയത് എങ്ങനെ ചെയ്യണമെന്ന്? അങ്ങനെ ഇതൊരു ഈ ബിന്ദു പത്മനാഭനെ കുറിച്ചുള്ള ഒരു കേസ് കേട്ട് ഞാൻ അറിഞ്ഞത് അത് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. ഫ്രാങ്കിളിൻ്റെ വീട്ടിൽ നിന്നുള്ള ഫ്രാങ്കിളിൻ്റെ വായിൽ നിന്ന് കിട്ടിയ ഒരു അറിവ് തന്നെയായിരുന്നു അത്. അന്ന് മുതലേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ പുറം ലോകത്തേക്ക് എത്തിക്കുമെന്നുള്ളത് എനിക്കറിയാൻ മേലായിരുന്നു. ആരെ കാണണം, നമ്മൾ കൊണ്ട് പറയുന്നത് ആരുടെങ്കിലും ചെന്ന് ഓഫീസർമാരോടോ അല്ലെങ്കിൽ ജനങ്ങളോടോ പറഞ്ഞാൽ ആരും അത് കേൾക്കത്തില്ല. ഇത്രയും പ്രമാദമായ ഒരു കേസായിരുന്നു. അപ്പോൾ അത് എങ്ങും എത്തിയില്ലെന്നുള്ളത് എനിക്ക് ബോധ്യമായിരുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, നമ്മളിതും പറഞ്ഞിട്ട് ചെല്ലിയണമെങ്കിൽ നമ്മളെ പിടിച്ച് അകത്തിടുന്ന കാലമാണിത്. അതുകൊണ്ട് ഇപ്പം മിണ്ടണ്ട, തെളിവില്ലാതെ നമ്മൾ എവിടെയും പോയിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ്. അങ്ങനെ വരുമ്പോഴാണ് എൻ്റെ വസ്തു കൊടുക്കുന്ന ഒരു ഘട്ടത്തിൽ വരുന്നതും സോഡാപ്പൊന്നപ്പനെ ഇടപെടുന്നതും. അതിന് താമസം വന്നപ്പോഴത്തേക്ക് ഞാൻ ഇത് ചോദിച്ച് എനിക്കൊരു സംശയം വന്നു, ഫ്രാങ്ക്ലിൻ ഇടപെട്ടിട്ടുണ്ടോയെന്ന്. അങ്ങനെ ഫ്രാങ്ക്ലിൻ്റെ പേര് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് അവൻ ഇതിലില്ല, അവനുമായിട്ട് ഞാൻ മിണ്ടത്തൊന്നുമില്ല, അവനുമായിട്ട് ഞാൻ സഹകരണം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അത് നിനക്കറിയാവാ, ബിന്ദു പത്മനാഭൻ്റെ കാര്യം അറിയാവാന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞു ഒരു സെക്കൻഡ് ചേട്ടാന്ന് പറഞ്ഞു വെച്ച് ഞാൻ ഉടനെ റെക്കോർഡ് അതെ, ഈ ഫോണ് തന്നെയായിരുന്നു റെക്കോർഡ് ചെയ്ത് അത് റെക്കോർഡിങ് ആയിട്ടുണ്ടായില്ലെന്നും എനിക്ക് വെപ്രാളം കൊണ്ട് അറിയത്തില്ലായിരുന്നു. ഞാൻ എന്നാലും ഒരു ധൈര്യത്തിൽ ഞാനങ്ങനെ പുള്ളിയോട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് പുള്ളി നല്ല വിശദമായിട്ടത് പറയുകയും ചെയ്തു. എന്നിട്ട് പുള്ളി ഇങ്ങനെ വട്ടാണ്, ഒരു ആക്സിഡൻറ്റോട് കൂടി പുള്ളിക്ക് ഇതൊന്നുമില്ല, കിളി പോയി നടക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ആൾ നല്ല സ്മാർട്ടാണ്, ആൾക്ക് നല്ല ആരോഗ്യമുണ്ട്, ആൾക്ക് നല്ല ബോധമുണ്ട്, എല്ലാം ഉണ്ട്. പുള്ളി ഈ കേസിന് ശേഷം എത്ര വസ്തു കച്ചവടം ചെയ്തിട്ടുണ്ടെന്നുള്ളത് തിരക്കുമ്പോൾ തന്നെ അറിയാം പുള്ളിക്ക് വട്ടാണ്, ബോധം ഉണ്ടായില്ല എന്നുള്ളത് നിങ്ങളൊന്ന് അന്വേഷിക്കുമ്പോൾ അറിയാം. എത്ര സ്ഥലക്കച്ചവടം നടത്തിയിട്ടുണ്ടെന്ന്. ദിവസവും രാവിലെ കുളിച്ച് ഒരുങ്ങി കുട്ടപ്പനായിട്ട് പോകും. വസ്തു വിൽപ്പനയാണ് പുള്ളിയുടെ പ്രധാന തൊഴിൽ. പക്ഷേ അന്ന് നമുക്ക് 40 സെന്റ് സ്ഥലം വാങ്ങിക്കാനായിരുന്നല്ലേ ചേച്ചി എങ്ങനെയാ പൊന്നപ്പനോട് ഇടപെടുന്നത്? എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ തൊട്ട് പുറകിലുള്ള സൂക്ഷാവകാശമുള്ള പറമ്പായിരുന്നു ഇത്. അത് അതിൻ്റെ ഓണർ നമ്മളോട് പോലും പറയാതെ ഫ്രാങ്ക്ലിൻ എഗ്രിമെൻ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ അറിയണത് ആ സ്ഥലം എഗ്രിമെൻ്റ് ആയി, കച്ചവടം ആയി എന്നുള്ളത് അറിയണം. അപ്പം നമ്മൾ ആ ഓണറുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് പറഞ്ഞു ഫ്രാങ്ക്ലിന് എഗ്രിമെൻ്റ് ചെയ്തിട്ടേ ഉള്ളൂ, നിങ്ങൾക്ക് വേണ്ടുന്ന സ്ഥലം പുള്ളിയോട് ചോദിച്ച് എഴുതി വാങ്ങിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ അനിയന്മാരാണ് അതിലിടപെട്ട് കിട്ടുമെന്ന് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങളെയും ഇവരെ അറിയിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു 5.5 സെൻറ്റ് സ്ഥലം, നേരെയുള്ള അനിയനും ഒരു 6 സെൻറ്റ് സ്ഥലം, ഏറ്റവും ഇളയ അനിയനും ഒരു 11 സെൻറ്റ് സ്ഥലം, ഞങ്ങളുടെ വീടേ കൂടി ചേർന്ന് പടിഞ്ഞാററ്റം വരെ അങ്ങനെ ഒരു ഫ്ലോട്ടായിട്ട് ഞങ്ങൾ മേടിക്കണം. ബാക്കിയുള്ള ഒരു പൈസ കൊടുത്ത് വാങ്ങിച്ച ബാക്കിയുള്ള പോർഷൻ ഒരു ജിനോ എന്ന് പറയുന്ന ഒരു ആളിന് 10 സെൻറ്റ് കൊടുത്ത്, ബാക്കി ഫ്രാങ്ക്ലിൻ. അത് ഏകദേശം ഒരു 10-30 സെൻറ്റ് സ്ഥലം ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. അതിനുശേഷം ഞങ്ങൾ ഒരു വീട് പോലെ കഴിഞ്ഞിട്ടിരുന്നതാണ് ഫ്രാങ്ക്ലിനും ഞങ്ങളും ഒക്കെ ആയിട്ട്. അയാൾ അവിടെ താമസത്തിന് വരുമ്പോൾ വേറെ ആരുമായിട്ട് നല്ല സഹകരണമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളുടെ വീട് അപ്പോൾ പെര വെച്ച സമയം മുതൽ നമ്മൾ കുടിവെള്ളം കൊടുക്കുകയും പണിക്കാർക്കൊക്കെ കുടിവെള്ളം കൊടുക്കുകയും ചായ തിളപ്പിച്ച് കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്നായിരുന്നു. ആ ഒരു സ്നേഹബന്ധം പിന്നീടും അങ്ങോട്ട് തുടർന്നുകൊണ്ട് പോയി.
അപ്പോൾ പല ഘട്ടത്തിലായിട്ട് നമ്മൾ സംസാരിക്കും, വീട്ടിൽ പോയിരുന്ന് വെറുതെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്തൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോഴാണ് ഈ മലയാള മനോരമയിൽ ബിന്ദു പത്മനാഭൻ്റെ കാര്യം വന്നപ്പോഴത്തേക്ക് നമ്മൾ ദിവസമുള്ള പേപ്പറിലെ ന്യൂസൊക്കെ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ ഇരുന്ന് സംസാരിക്കും. ആ കൂട്ടത്തിൽ ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അറിയാവാ ബിന്ദു പത്മനാഭന എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവളറിയാം, അവളൊക്കെ പണ്ടേ ചത്തുപോയെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞത്, അവളൊക്കെ പണ്ടേ ചത്തുപോയി. അത് പിന്നെ ഞാൻ ചോദിച്ചു അത് ആര് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അവളെയൊക്കെ നല്ല ഉശിരുള്ള ആമ്പിള്ളേർ കൊന്നു കളഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പം ഇയാൾക്ക് ഇത്രയും അറിയാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഇയാളും ഉണ്ടാകും എന്നുള്ളത് എനിക്കറിയാമായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് പിന്നെയുള്ള ദിവസങ്ങളിലെന്ന് പറഞ്ഞാൽ ശരിക്കും അന്നേരം ഒരു പേടി വന്ന്, എന്നാലും ഇതിൻ്റെ ഉള്ളിലേക്കുള്ള കാര്യങ്ങൾ അറിയണമെന്ന് എനിക്കൊരു ജിജ്ഞാസ ഉണ്ടായിരുന്നു. കാര്യങ്ങൾ അത് ആരൊക്കെയാണ് എന്താണെന്ന്. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സെബാസ്റ്റ്യൻ ഒരു വസ്തു കച്ചവടക്കാരനാണ്. അപ്പോൾ അയാൾ അറിയുക നിങ്ങളെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പിന്നെ ഇവിടെ ഒരു 3-4 പ്രാവശ്യം വന്നിട്ടുണ്ട്, ഞാൻ അയാളുടെ വീട്ടിൽ പോയിട്ടുണ്ട്, പള്ളിപ്പുറത്താണ് അയാളുടെ വീടെന്നും പറഞ്ഞു പോവുകയും വരികയും ചെയ്തിട്ടുള്ളതാണ് ഇവർ. അപ്പോൾ ഈ പിന്നെ അത് കഴിയുമ്പോഴാണ് എൻ്റെ വസ്തു ഇങ്ങനെ 2021 വസ്തു കൊടുക്കാനായിട്ട് പിന്നെ 5.5 സെൻറ്റ് സ്ഥലവും ഇപ്പോൾ 2 പെൺകുട്ടികളാണ്. മൂത്താളെ പഠിപ്പിച്ചിട്ട് നമ്മൾ ബാങ്ക് ലോണൊന്നും ഇല്ലാതെ പഠിപ്പിച്ച് വന്നപ്പോഴത്തേക്ക് പെട്ടെന്നൊരു കല്യാണ ആലോചന വന്ന് നമുക്ക് വേറെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ പിന്നെ അത് തന്നെയല്ലേ ഞങ്ങൾ അവിടുന്ന് പോകണമെന്ന് ഞങ്ങൾക്കൊരു തീരുമാനം വന്ന് ഇതിനുള്ളിൽ. അപ്പം ഞങ്ങൾ വേറെ എവിടെയെങ്കിലും 5 സെൻറ്റ് മേടിച്ചിട്ട് താമസിക്കുക. അപ്പോൾ കൊച്ചിൻ്റെ കല്യാണം നടത്തി എവിടെയെങ്കിലും സ്ഥലം മേടിക്കാമെന്നും പറഞ്ഞ് ഇരുന്നപ്പോഴാണ് ഇങ്ങനെ പല ആൾക്കാരും വന്ന് നോക്കി, വിലയൊന്നും റെഡിയായില്ലായിരുന്നു. അങ്ങനെയാണ് അവസാന സമയത്ത് സോഡാപ്പനപ്പൻ ഇങ്ങനെ വരുന്നത്. കല്യാണത്തിന് 2 മാസം ഉള്ളപ്പോഴാണ് സോഡാപ്പനപ്പം വന്നച്ചും പറയണത് ഇങ്ങനെ ഞാൻ ആളെ കൊണ്ടുവന്നിട്ടുണ്ട്, വീട്ടിലാരുമില്ലേ ബാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ സുമേഷ് എന്ന് പറയുന്ന ആളെ എനിക്ക് പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞ് ഒരു 35 ലക്ഷം രൂപ തൊട്ട് അങ്ങോട്ട് വില പറഞ്ഞിട്ട് 31 ലക്ഷം രൂപയിൽ ഞാനും സമ്മതിച്ച് എനിക്ക് 1000 രൂപ അപ്പം തന്നെ ടോക്കൺ തരികയും ചെയ്ത്. അപ്പോഴും ഞാൻ ഓർത്തത് ഇതിൽ കള്ളക്കളിയൊന്നും ഇല്ല, ടോക്കൺ തന്നല്ല, അപ്പം നമുക്ക് അടുത്ത ആഴ്ച തന്നെ പ്രമാണം നടത്താം, പ്രമാണത്തിൻ്റെ കോപ്പി, കരടച്ച രസീത്, ആധാറിൻ്റെ കോപ്പി ഇതെല്ലാം എടുത്ത് വെച്ചേരി അടുത്ത ആഴ്ച തന്നെ നമുക്ക് എല്ലാം റെഡിയാക്കാം, സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇല്ല, 2 ആഴ്ച കഴിഞ്ഞിട്ടും ഇല്ല, ഇവരുടെ അറിവില്ല. അപ്പം ഞാൻ സോഡാപ്പനപ്പനെ ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് വരും സുമേഷ് വരും, അവന് ചെന്നൈ പോയിരിക്കുകയാണ്, അവൻ വരട്ടെ, അവന് നല്ലപോലെ ഇഷ്ടംപോലെ പൈസ ഉണ്ടടി, നീ പേടിക്കേണ്ട, ഒരു കൊച്ചിൻ്റെ കല്യാണമല്ല, നീ പേടിക്കേണ്ട, ഇഷ്ടംപോലെ പൈസയുള്ളവനാണ്, ഒരു ദിവസം തന്നെ 2-3 ഒക്കെ വീട് മേടിച്ചിടാനുള്ള സാമ്പത്തിക ശേഷി അവൻ്റെ കയ്യിലുണ്ട് അത് എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് അത് വെച്ച്. അത് കഴിഞ്ഞിട്ട് കണ്ട് എൻ്റെ വീട്ടിൽ വന്നാണ് എനിക്ക് അയാളാണ് 1000 രൂപ ടോക്കൺ തന്നത്, സുമേഷാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കണ കൊണ്ട് എനിക്കൊരു വെപ്രാളായി കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ വിളിച്ച് എനിക്കൊരു സംശയം കൊണ്ട് ഞാൻ ചോദിച്ചു ഫ്രാങ്ക്ലിൻ ഇതിൽ ഇടപെട്ടിട്ടുണ്ടാന്ന് ചോദിച്ചു. ഫ്രാങ്ക്ലിൻ അല്ല ഫ്രാങ്ക്ലിൻ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ കച്ചവടവും നടക്കത്തില്ല, കൊച്ചിൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് അയാൾ നടക്കുകയാണ്. അപ്പോൾ ചെറിയൊരു നീരസത്തിൻ്റെ പുറത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് വരവൊന്നും ഇല്ലാതെ വന്നപ്പോൾ അയാൾക്ക് അങ്ങനെയാണ്, അയാളുടെ കൂടെ ആര് കൂടി നിന്നുവെച്ചും പിന്നെ ഒന്ന് തെറ്റുമ്പോഴത്തേക്ക് അയാൾ ശത്രുതാ മനോഭാവത്തിൽ പെരുമാറുള്ളായിരുന്നു. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഫ്രാങ്ക്ലിൻ ഇടപെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം. തെറ്റ നിസ്സാര കാര്യമാണ്, നമ്മൾ പുള്ളി പറയുന്നതൊക്കെ നമ്മൾ അനുസരിക്കാതെ വന്നപ്പോഴത്തേക്ക് ഉള്ള നിസ്സാര കാര്യമാണ്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് മാനസികമായിട്ട് ഇയാളുടെ സ്വഭാവങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളവിടെ പോകുന്നത് ശരിയല്ലെന്ന് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറയുകയും ചെയ്തു. വീട്ടിൽ വളർത്തുന്ന ഒരു പൂച്ചനെ മദ്യപിച്ചേച്ച് മാറി ഇരുമ്പ് പൊടിക്ക് തലക്കിട്ടടിച്ച് ആ പൂച്ചനെ അടിച്ചു കഴിഞ്ഞിട്ട് ആ പൂച്ച ഇങ്ങനെ തലക്കിട്ട് അടി കൊണ്ടത് കാരണം പൂച്ച ഇങ്ങനെ വട്ടം കറങ്ങിയാണ്, പൂച്ചക്ക് നേരെ നടക്കാൻ പറ്റുന്നില്ല, ലെവല് കിട്ടുന്നില്ല. അപ്പം അത് കണ്ട് രസിഞ്ചേട്ടൻ ഇരുന്നിട്ട് ഞങ്ങൾക്ക് ഫോൺ ചെയ്യാണ്, ഇങ്ങോട്ടൊന്ന് വേഗം വന്നേന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനും ചേട്ടനും ഉണ്ടായിരുന്നു. അങ്ങോട്ട് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അയാളുടെ ഭാര്യ വളർത്തണ പൂച്ചയല്ലേ കരഞ്ഞുകൊണ്ട് നിൽക്കുകയും എനിക്കിത് കണ്ടിട്ട് മാനസികമായിട്ട് ഭയങ്കര പ്രയാസം തോന്നുകയും ചെയ്തു. അതൊരു ജീവിയല്ല നമ്മളെപ്പോലെ. അപ്പോൾ ഇത്രയ്ക്ക് ഒരു ക്രൂരനാണല്ല എന്നോർത്താണ് ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് പോകുന്നു. ഞാൻ ചേട്ടനോട് പറഞ്ഞു ബാ പോകാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അപ്പം തന്നെ പോന്നു. സന്തോഷം,
അത് കണ്ട് പൂച്ചയ്ക്ക് അടി കൊണ്ടു അയ്യോ ഇല്ല അയാൾ തന്നെ അടിച്ചില്ല, ഇരുമ്പോടി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അയാൾ അതിൽ സന്തോഷിച്ച് ആനന്ദം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു വീട്ടിലായിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഉടനെ പോരുകയും ചെയ്ത് വീട്ടിൽ ചെന്നുവെച്ച് ഞാൻ പറയുകയും ചെയ്ത് ഇയാൾ എന്തും ചെയ്യാൻ പഠിക്കാത്ത ഒരു മനുഷ്യനാണ്, അത്രയും ഒരു ക്രൂരനായ ഒരു മനുഷ്യനാണ്, ഇനി അങ്ങോട്ട് ആ വീടുമായിട്ട് യാതൊരു സഹകരണവും വേണ്ട എന്ന് പറഞ്ഞ്. ഇപ്പൊ ഈ വസ്തുവിന്റെ കച്ചവടത്തിൽ ഫ്രാങ്കിന് ഇടപെട്ടിട്ടുണ്ടോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു. ഒരു തോന്നൽ വന്ന്. എന്താന്ന് വെച്ചാൽ ഇവർ പറയുന്നത് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഇപ്പോൾ വരും, നാളെ വരും, മറ്റന്നാൾ വരും, ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് തോന്നി ഇതിൽ ആരോ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇയാളുടെ പേര് ചോദിച്ചത്. പേര് ചോദിച്ചതും ഇങ്ങനെ പുള്ളി ബിന്ദു പത്മനാഭൻ്റെ കേസ് കേട്ട് പറയുകയും ചെയ്തു. ഫ്രാങ്ക്ലിനും പൊന്നപ്പനും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു ശരിയായിട്ട്? അവർ ഭയങ്കര റിയൽ എസ്റ്റേറ്റിൻ്റെ ബന്ധത്തിൽ അങ്ങനെ ബന്ധമുണ്ടായിരുന്നു. പക്ഷെ 2012 ആ സമയത്താണ് അയാൾ ഇവിടെ താമസമാകണത്, ഫ്രാങ്ക്ലിൻ. അതിനുശേഷം റിയൽ എസ്റ്റേറ്റ് എന്ന് പേരിങ്ങനെ പറയുന്നതേ ഉള്ളൂ. പക്ഷെ കച്ചവടത്തിന് പോവുകയോ അല്ലെ കച്ചവടം നടത്തുകയോ ഒന്നും ചെയ്ത് അറിവില്ല. അതൊരു എനിക്ക് തോന്നുന്നു ഈ പൈസയൊക്കെ ഇവിടുന്ന് വന്നെന്നുള്ള ഒരു ചോദ്യം വരുമല്ല. അപ്പം ഇയാൾ എപ്പോഴും ഒരു കാര്യത്തിൽ ഭയന്ന് തന്നെ ഇരുന്നത്. അപ്പം ഞങ്ങൾ ചോദിക്കും എന്താ ഇത്രയും പേടിക്കണമെന്ന് ചോദിക്കുമ്പോൾ പറയും ഇൻകം ടാക്സ് ഏത് നിമിഷവും വീട്ടിൽ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പിന്നെ ഒരു കരാടച്ച രസീതും ഒരാളെ എപ്പോഴും ഞാൻ മുൻകൂർ കരുതും എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾക്ക് വലിയൊരു തുക പുള്ളിയുടെ കയ്യിൽ വന്നു എന്നുള്ളതാ ഉണ്ട്, പൈസ ഉണ്ട്. അപ്പൊ നേരത്തെ പുള്ളിക്ക് ഇതിനു മുമ്പ് 2012 മുമ്പ് പുള്ളിയുടെ പൈസ ഇല്ലായിരുന്നു. പുള്ളി എങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്? പൈസ ഉണ്ടായിരുന്നു. ഇയാൾ 2009 പെരവെക്കാൻ തുടങ്ങിയത്. ഞങ്ങൾ 2008 വാങ്ങിച്ചിട്ട് ഞങ്ങൾ പെരവെച്ച് ഞങ്ങളവിടെ താമസമായി. ഞങ്ങൾ താമസമായി കഴിഞ്ഞാണ് ഇയാൾ പെരക്ക് കല്ലിടുന്നതും പെരവയ്ക്കാൻ വരുന്നതും. അതിനുശേഷമാണ് 2009 അത് വരുന്നത്. അപ്പുറം ഇപ്പുറം തൊട്ടയൽവക്കം ഫ്രണ്ടിൽ തന്നെ, അവിടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന അകലത്തിൽ ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ പിന്നെ അന്ന് മുതലുള്ള സ്നേഹബന്ധമാണ് ഞങ്ങൾ, സ്നേഹബന്ധമായിരുന്നു. പിന്നെ നമ്മൾ കൂടുതൽ അടുത്ത് ഇടപഴകി കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ സ്വഭാവവും കാര്യങ്ങളും ഒക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇത് വല്ലാത്തൊരു കുഴപ്പത്തിലേക്ക് പോകുന്നു. അപ്പോൾ പിന്നെ ബിന്ദു പത്മനാഭൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇയാൾക്ക് നല്ലതുപോലെ അറിയാം. അപ്പം തന്നെ ഞാൻ സംശയിക്കാൻ തുടങ്ങി, ഇത് ഇയാൾ ഇതിൽ കണ്ണിയാണ് എന്ന് ഞാൻ എൻ്റെ മനസ്സ് ഉറപ്പിച്ചു കഴിഞ്ഞു. പിന്നെ ഇത് നമ്മൾ പുറലോകത്തോട് എങ്ങനെ പറയും, നമുക്ക് തെളിവില്ല. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പറയുന്ന സമയത്തൊന്നും നമുക്ക് റെക്കോർഡ് ചെയ്തെടുക്കാനോ ഒന്നും നമുക്ക് അന്നേരം ഒന്നും നടക്കണ കാര്യമില്ലായിരുന്നു. പിന്നെ സെബാസ്റ്റ്യൻ്റെ കാര്യം പറഞ്ഞപ്പോഴും സെബാസ്റ്റ്യനുമായിട്ട് നല്ല ബന്ധമുണ്ടെന്ന് തന്നെ പുള്ളി പറഞ്ഞു. ഒരു പ്രാവശ്യം അവിടെ നിൽക്കണ കണ്ട്. അന്ന് എനിക്ക് മനസ്സിലായില്ല സെബാസ്റ്റ്യനാണ് ആ നിൽക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. കാർ പോർച്ചിൻ്റെ അവിടെ വാതിക്കൽ നിൽക്കുന്നതാണ്. പെരയിലൊന്നും കയറ്റിയൊന്നുമില്ല. കുറേ അധികം സമയം അവിടെ നിന്ന് പുള്ളി വർത്താനം പറഞ്ഞ് ഈ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കി ഇടക്ക് വന്ന അയാളോട് വർത്താനം പറയുകയും ഒക്കെ ചെയ്തിട്ട് ഇയാൾ പോകാതെ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. പോയതിന് ശേഷം ഞാൻ അന്ന് വൈകുന്നേരം ചെന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു അത് ആരാണ് വന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അത് മട്ടാഞ്ചേരിയിലെ സ്ഥല ബ്രോക്കറാണ് വന്നതെന്ന് പറഞ്ഞു. കള്ളം പറഞ്ഞ. പക്ഷെ അന്നേരം എനിക്ക് കള്ളാണെന്ന് എനിക്ക് തോന്നിയില്ല. ശരിയായിരിക്കും ഇയാൾക്ക് മട്ടാഞ്ചേരിയിലോട്ട് ഈ പത്രത്തിലും ഇതൊക്കെ ഫോട്ടോ വന്നപ്പോഴാണ് അന്ന് അവിടെ നിന്നത്. പിന്നെ ക്രൈം ബ്രാഞ്ച് വന്ന് ഇങ്ങനെ എന്നോട് കണ്ടിട്ടുണ്ടാന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ദൈവമേ അന്ന് ആ കാർ പോർച്ച് നിന്ന ആളും ഈ പത്രത്തിൽ കാണുന്ന ആളും ഒരാൾ തന്നെയാണല്ലോ, ഇതാ സെബാസ്റ്റ്യനാണ്. അപ്പം ഞാൻ ഉറപ്പിച്ചു സെബാസ്റ്റ്യൻ തന്നെ. പറഞ്ഞു, എന്നോട് പറഞ്ഞിട്ടുണ്ട്. മട്ടാഞ്ചേരി സ്ഥലത്തിന്റെ ബ്രോക്കർ മട്ടാഞ്ചേരിയിലുള്ളതാണെന്ന് മാത്രം പറഞ്ഞു. പോലീസിലൊക്കെ നല്ല പിടിയുണ്ട്. അന്നത്തെ പോലീസുകാർ ചില ആൾക്കാർ റിട്ടയർഡായ ആൾക്കാരും ഇയാളൊക്കെ ഇരുന്ന് മദ്യപിക്കുകയും അയാളുടെ വീട്ടിൽ സ്ഥിരം മദ്യപാനമാണ്. മറ്റുള്ള പുറത്തുനിന്നൊക്കെ അയാളുടെ കൂട്ടുകാരാണെന്നൊക്കെ പറഞ്ഞൊക്കെ വരിക. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ലായിരുന്നു. നമ്മൾ അതിലോട്ടൊന്നും നമ്മൾ പോകാറില്ലായിരുന്നു. കുളിയില്ലാത്തതാണ്, അവരുടെ കൂടെ ഇരുന്ന് മദ്യപിച്ചിട്ടുണ്ട്, മദ്യപാനിയാണ്, അവൾ നല്ലപോലെ മദ്യം കഴിക്കും, കുളിയില്ലാത്തവളാണ്. അവളുടെ വീട്ടിൽ നിത്യ സന്ദർശകരായിരുന്നു ഇവർ. ആ സ്ഥലമൊക്കെ വിൽക്കാൻ നേരത്തെ ഇവരുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയാൻ പാടില്ല, പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഇതൊരു നമ്മളോട് തുറന്നു പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട്, അത്രയും ഒരു ആത്മബന്ധം ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണെന്ന് എനിക്ക് തോന്നുന്നത്.
അല്ലെങ്കിൽ അയാൾ അങ്ങനെ പറയത്തില്ലല്ലോ. അന്ന് നിങ്ങൾ നല്ല ലോകത്തിലായിരുന്നു. നല്ല ലോകത്തിലായിരുന്നു, കുടുംബമായിട്ടൊക്കെ നല്ല ലോകത്തിലായിരുന്നു. കുട്ടികളും ഞങ്ങളും എൻ്റെ കുട്ടികളും ഒക്കെ ആയിട്ട് നല്ല ലോകത്തിലായിരുന്നു. നമ്മളവിടെ തന്നെ ആയിരുന്നു. വീട് ആ വീട് ഈ വീട് എന്നുള്ള രീതിയിൽ നമ്മൾ നല്ല സ്നേഹത്തിൽ കഴിഞ്ഞിട്ട് പോയത്. ഈ പൂച്ച തല്ലി കൊന്നു കഴിഞ്ഞാൽ അത് പിന്നെ കുഴിച്ചിടാൻ രാവിലെ ചേട്ടന് ഫോൺ വന്നി, സാബു അത് പൂച്ച ചത്തുപോയി, ഒന്ന് വന്ന് കുഴിച്ചും കൂടണമെന്ന്. അപ്പം ഞാൻ വീട്ടിൽ ഇരുന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒച്ചയിടുകയാണ് ചെയ്തത്. തല്ലിക്കൊന്ന ആളുകൾ തന്നെ കുഴിച്ചു കൊണ്ടിട്ട് ചേട്ടൻ എന്തിനാ പോകണമെന്ന് ചോദിച്ചാൽ ഞാൻ വഴക്ക് പറഞ്ഞു. എന്നിട്ടും പുള്ളിക്കാരൻ വന്ന് കുഴി വെട്ടി കുഴിയിൽ മൂടുകയാണ് ചെയ്തത്. എനിക്ക് അതോടുകൂടി തന്നെ ദേഷ്യമായിപ്പോയി. അപ്പോൾ എന്തും ചെയ്യാനായിട്ടുള്ളൊരു മനോഭാവം അയാൾക്കും. ഒരു ജീവി അത് പൂച്ചയ്ക്ക് അന്നത്തെ ദിവസം മീൻകറി ഇല്ലാതെ ചോറുണ്ണിയില്ലാത്ത പൂച്ചയാണ്. അപ്പോൾ അത് മീൻ വരെയും കാശിന് പോയി മേടിച്ചുകൊണ്ട് വന്ന് കൊടുത്ത് അങ്ങനെ വളർത്തിയ ഒരു ആരോമലായിട്ട് വളർത്തിയ ഒരു പൂച്ചയായിരുന്നു. അപ്പോൾ അതിന് വളർത്തിയ പൂച്ചയാണ്. ആ, അതുകൊണ്ടാണ് എനിക്ക് അത്രയും ഇത് സംശയം തോന്നിയത്. നമ്മളൊക്കെ ഇപ്പൊ ഒരു പൂച്ച നമ്മുടെ കുഞ്ഞിനെ പോലെ കരുതുന്ന അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന പൂച്ച നമ്മുടെ കുഞ്ഞിനെ പോലെ കരുതുന്നത്. പിന്നെ ഞങ്ങളുമായിട്ട് ഉടക്കി കഴിഞ്ഞിട്ട് പിന്നെ ഉടനെ തന്നെ പട്ടീനെ വളർത്തുകയും അങ്ങനെയൊക്കെ ചെയ്ത് അയാൾക്ക് ഒരു സ്വയം ഒരു പേടിയുണ്ടായിരുന്നു. ഈ ബിന്ദു പത്മനാഭന്റെ ബിന്ദു പത്മനാഭൻ മരണപ്പെട്ടതിന് ശേഷമാണ് ഇയാൾക്ക് ഇത്രയും പൈസ ഉണ്ടാകുകയും വീട് പണിയുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇത്രയും കാലം എന്തിനാ വാടകയ്ക്ക് ഇങ്ങനെ താമസിച്ചത്? നിങ്ങളുടെ ഈ പൈസ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ വരെ വെച്ച് താമസിക്കാൻ മേലായിരുന്നു. അപ്പം ഇത്രയും വാടക പോകത്തില്ല, എത്ര വർഷം? അപ്പോൾ എന്തോ ഒരു വർഷത്തിൻ്റെ കണക്ക് പറഞ്ഞു. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത്രയും വർഷമായി, അപ്പോൾ പല സ്ഥലത്തും മാറി വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കാശുണ്ടായിരുന്നെങ്കിൽ പെര വെച്ചാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, 50 ലക്ഷം രൂപ ഞാൻ പിന്നെ പലിശക്ക് കൊടുത്താൽ എനിക്ക് ഒരു മാസം 50,000 രൂപ പലിശ കിട്ടുമായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് അതിൽ അന്നത്തെ കാലത്തൊക്കെ 5,000 രൂപയിൽ വീടിന് വാടക ഉണ്ടായിരുന്നു. അപ്പോൾ 5,000 രൂപയല്ലേ മറ്റുള്ള വീട്ടു ചിലവൊക്കെ പോയി കഴിഞ്ഞെന്നാൽ എനിക്ക് കാശ് മിച്ചമായിരുന്നു. അപ്പം അതൊന്നും നമ്മുടെ ഭാര്യയൊക്കൊന്നും അറിയാൻ പാടില്ലല്ലോ. അങ്ങനെ ഉണ്ടാക്കിയതാണ് നമ്മൾ ഇങ്ങനെ. ആ കാശാണ് ഞാൻ അറിയാൻ പാടില്ല. അത് ശരിക്കും പറഞ്ഞ ഭാര്യ എന്നൊക്കെ പറഞ്ഞ ഒരു പഞ്ചഭാവമാണ്. അവരോടൊന്നും കൂടുതൽ കാര്യങ്ങളൊന്നും ഇയാള് ഷെയർ ചെയ്യാറില്ല. 2 പെൺകുട്ടികളാണ്. ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ല. ഞാനാ ആളിവിടെ ഉണ്ട്. ഞങ്ങൾ അവിടുന്ന് താമസം മാറി വീട് കൊടുത്തതിന് ശേഷം 1 വർഷം കൂടി ഞങ്ങൾ നിന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരുടെ വീട്ടിൽ ആര് വരുന്നു പോകുന്നു എന്ന് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഉടനെ തന്നെ കാർ ഷെഡിന് ഷീറ്റ് വെച്ച് മറച്ചു കളഞ്ഞ്. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ ആരാണ് വന്നിരിക്കണമെന്ന് ആരാണ് പോകണമെന്നോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കാറുമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഞങ്ങളുമായിട്ട് ഇതായി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ചെറിയ പിണക്കം വന്നപ്പോൾ തന്നെ ആളെ വിളിച്ച് ഷെഡിന് വെച്ച് കഴിഞ്ഞു. സോഡാ പൊന്നപ്പനെ ഞാൻ ഇന്നലെയും കണ്ട്. ഇന്നലെയും ഞാൻ തങ്കിക്കവലയിൽ ഞാൻ അമ്പലത്തിൽ പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഇന്നലെയും കണ്ട് പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോയിൽ കയറി വടക്കോട്ട് പോവുകയും ചെയ്തു. ഇല്ല, പിന്നെ വന്നില്ല. വരാഞ്ഞപ്പോ തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു. വേറെ ആള് വന്ന് അത് നിസ്സാര വിലക്കാ പോയത്. വില കിട്ടി, അത്യാവശ്യം കൊണ്ടുപോയി. ഒത്തിരി സമയം ഉണ്ടായിരുന്നു. അതിനോട് ഉള്ളിൽ പല ആൾക്കാരും ഞങ്ങളോട് സ്ഥലം ചോദിച്ചാണ്. അപ്പം ഇങ്ങനെ ടോക്കൺ വാങ്ങിച്ച് വാക്ക് ഉറപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്, വാക്ക് പറഞ്ഞു പോയി, തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് പലരെയും നമ്മൾ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. ലാസ്റ്റ് ഇവരെ എടുത്തുപോയില്ല. എനിക്കത് നിസ്സാര വിലക്കാണ് പോയത്. 31 ലക്ഷം രൂപയുടെ സാധനം നമ്മൾ 1000 രൂപ മാത്രം വാങ്ങിച്ചത് ശരിയായി. അത് ഒരാഴ്ച കൊണ്ട് അവര് പറഞ്ഞ ഇതാണ്, അടുത്ത ആഴ്ച ടോക്കൺ തന്ന് ഉറപ്പിച്ചിരിക്കുന്നു, അടുത്ത ആഴ്ച നമുക്ക് പ്രമാണം എന്ന് പറയുമ്പോൾ നമ്മൾ അതല്ലേ വിശ്വസിക്കുകയുള്ളൂ. ഇയാളെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഇപ്പോൾ വേറെ ആൾക്കാരെ കൊണ്ടുവന്നാണ്. സോഡ അതിനു മുന്നേ 1-2 പേരെ കൊണ്ടുവന്നായിരുന്നു. വില ചേരാത്ത കൊണ്ട് പോയതാണ്. അപ്പം നമ്മൾ സോഡപ്പനപ്പനെ അവിശ്വസിക്കണില്ലല്ലോ. സുമേഷിന്റെ വീട്ടിൽ പോകാം, നിങ്ങളെ കാണിക്കാമെന്ന്. അത് എന്നോട് പറഞ്ഞ്, ചേട്ടാ എനിക്ക് പൈസ വേണം, കല്യാണം അടുത്ത ദിവസങ്ങളില്ല, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇച്ചിരി ചൂടായി തന്നെ വർത്താനം പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, ഞാൻ വണ്ടി വിളിച്ചുകൊണ്ട് വരാം, നമുക്ക് പിന്നെ സുമേഷിൻ്റെ വീട്ടിൽ പോകാം, സുമേഷിൻ്റെ വീട്ടിൽ ചെന്നിട്ട് പൈസയുമായിട്ട് നിനക്ക് പോരാന്ന് പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞ ഇതാണ്,
ഞാൻ എന്തിനാ എൻ്റെ വസ്തു കൊടുക്കണേ? ഇനി സുമേഷിൻ്റെ വീട്ടിൽ പോയി പൈസ മേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് പിന്നെ നമുക്ക് ഇവിടെയല്ലേ കാര്യങ്ങൾ നടക്കേണ്ടത്. സുമേഷ് കാശുമായിട്ട് വരട്ടെ, എന്നിട്ട് അതേപ്പറ്റി ആലോചിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ വെച്ച് കട്ട് ചെയ്ത്. പിന്നെ ഞാൻ സോഡാനെ വിളിച്ചിട്ടുമില്ല. ഇപ്പൊ ജൈനമ്മ കേസ് വന്നു കഴിഞ്ഞപ്പോ എല്ലാം കൂടി ആലോചിച്ചിട്ട് ഇതിന്റെ പിന്നിൽ ഇവരെല്ലാരും കൂടി കളിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. സെബാസ്റ്റ്യൻ ഉണ്ടാന്ന് എനിക്കറിയത്തില്ല. ഫ്രാങ്ക്ലിൻ ഉറപ്പായിട്ടുണ്ട്. അത് ഞാൻ എവിടെയും പറയാം. ഫ്രാങ്ക്ലിനുണ്ട്. വാങ്ങിച്ച ആളിനെ എടുത്ത് വരാം. ഫ്രാങ്ക്ലിൻ ആളെ വിട്ട് പറയിപ്പിച്ച് വാങ്ങിക്കരുത് എടുക്കരുതോ എന്ന് പറഞ്ഞു. കൊടുത്ത ആളിനോട് വരെ ആയിരിക്കും. എന്താണെന്ന് വെച്ചെന്നാല് അയാൾ മനസ്സ് തുറന്ന് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കണം. അപ്പൊ അത് നമ്മൾ പുറത്തു വിടുകയില്ല എന്നൊക്കെയുള്ള ഒരു ഭയം കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു മനസ്ഥിതിയാണ് പുള്ളിക്കാരൻ്റെത്. ഈ പൊന്നപ്പനോട് പറയുന്നുണ്ട്, പിന്നെ ശബ്ദസന്ദേശത്തിൽ പറയുന്നുണ്ട്, നീ എന്റെ പേര് പറയരുതെന്ന് പറയുന്നുണ്ട്. എന്റെ ആരോട് പറയരുത്? പോലീസിനോട് പറയരുതെന്നോ? അത് ഫ്രാങ്ക്ലിൻ വീട്ടിൽ ചെന്നുവെച്ചും പറയണതാ. ഇവരെ ഇടക്കിടക്ക് ക്രൈംബ്രാഞ്ച് വിളിപ്പിക്കാറുണ്ട്. അങ്ങോട്ട് വിളിപ്പിക്കാറുണ്ട്. വിളിപ്പിക്കുമ്പോഴത്തേക്ക് സോഡാനെ കൊണ്ടുപോയെന്ന് അറിയുമ്പോഴത്തേക്ക് സോഡയുടെ വീട്ടിൽ പിറ്റേ ദിവസം രാവിലെ ചെല്ലും. ഇയാള് ഫോൺ ആരെയും നേരിട്ട് വിളിക്കത്തില്ല. ബുദ്ധി നേരിട്ട് വിളിക്കുകയല്ല. അപ്പോൾ പിറ്റേ ദിവസം സോഡയുടെ വീട്ടിൽ ചെന്നുവെച്ചും സോഡയോട് പറയും, വിളിപ്പിച്ചിട്ട് എന്ത് പറഞ്ഞ്, എൻ്റെ പേരെങ്ങാൻ പറഞ്ഞ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് സോഡ പറഞ്ഞതാണ്, ഞാൻ നിൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയണത്. അപ്പം അയാൾക്ക് ഈ ഓരോരുത്തരെ വിളിപ്പിക്കുമ്പോൾ തന്നെ അയാൾക്ക് പേടിയാണ്, ഇയാളുടെ പേരെങ്ങാൻ വരുക ഇല്ല എന്നുള്ളത്. ഒന്നും അറിയാൻ പാടില്ല. എൻ്റെ ഒരു സഹോദരൻ വഴിയാണ് കൊടുത്തത്. പോലീസിലായിരുന്നു. പുള്ളിക്കറിയായിരിക്കും. ഞാനതേപ്പറ്റി തിരക്കിട്ടില്ല. എത്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എത്തിച്ചിട്ടുണ്ട്, നിന്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിന്നെ വിളിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. വിളിപ്പിച്ചത് തന്നെ ഒരു 5-6 മാസത്തിന് ശേഷമാണ്. നമ്മളിത് കൊടുത്തതിന് 5-6 മാസത്തിന് ശേഷമാണ് അന്വേഷണത്തിന് വരണത് തന്നെ. അവര് പിന്നെ ക്രൈംബ്രാഞ്ചിൽ നിന്ന് 2 പേരാണ് വന്നത്. അപ്പോൾ കടയിരുന്ന് സംസാരിക്കാനുള്ള അസൗകര്യം കൊണ്ട് അവർ വീട്ടിൽ വന്നു. വീട്ടിലിരുന്ന് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർ അതെല്ലാം എഴുതിയെടുത്ത് പോയതിന് ശേഷം പിന്നെ ഇടയ്ക്ക് ഞാൻ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് എന്തായി എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഒന്നും ആയിട്ടില്ല. അങ്ങനെ വിളിച്ചിട്ടുണ്ട്, അവർ വന്ന് ബിന്ദുവിനെ അറിയല എന്നൊക്കെയാണ് ഫ്രാങ്ക്ലിൻ പറയണമെന്ന് പറഞ്ഞു. ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ അറിവ്. അയാൾ സമ്മതിച്ചിട്ടില്ലല്ലോ, സമ്മതിക്കത്തില്ല. ഞാൻ നോക്കിയിട്ട് സെബാസ്റ്റ്യൻ്റെയും ഇയാളുടെയും ഒരേ ഒരു സ്വഭാവമാണ്. അയാൾ സമ്മതിക്കാത്ത പോലെ ഇവരുടെ പിന്നിൽ ആരോ നല്ലതുപോലെ ക്ലാസ് കൊടുത്തിട്ട് എല്ലാവരും ഒരേപോലെ സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അയാൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അയാൾ ജീവിതത്തിൽ ജോലി ചെയ്തിട്ടേ ഇല്ല. 2012 താമസമാകണം. റെക്കോർഡ് ചെയ്ത 2021 ഒക്ടോബറിലാണ്. 10 വർഷം കഴിഞ്ഞാണ് ഈ ശബ്ദസന്ദേശം കിട്ടുന്നത്. അതും കൃത്യമായി റെക്കോർഡ് ചെയ്ത് വെച്ചു. പക്ഷെ അത് വിറ്റവർ കാശാക്കി പോലീസുകാർ. അത് ആ ശബ്ദസന്ദേശം വെച്ചിട്ട് അവർ ബാർഗെയിൻ ചെയ്ത് പൈസ വാങ്ങിച്ച് കേസ് ഒതുക്കിയോണ്ടല്ലേ ശരിയായിട്ടും. ഇപ്പം 3.5 വർഷം നമ്മളിത് അവിടെ ക്രൈംബ്രാഞ്ചിന് കൊടുത്തിട്ട് ഇപ്പോഴും സെബാസ്റ്റ്യനെ ഇങ്ങനെ പിടിച്ചത് കൊണ്ടാണ് വീണ്ടും ഇതിലേക്ക് വന്നെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുവരെ അന്ന് ആ കേസിൽ ഇവരെയൊക്കെ അന്ന് അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ 2-3 മർഡറുകൾ ഇല്ലാതാകും. അത് ഞാനിപ്പോൾ പറഞ്ഞ് ഞാൻ ക്രൈംബ്രാഞ്ചിനോട് ചോദിച്ചല്ല. ഞാനത് ഒരു ലേഡിയോട് ചോദിച്ച് ഞാൻ പറഞ്ഞതാണ്, ഞാൻ തന്നിട്ടിപ്പം 3.5 വർഷമായി. അന്നേരമെങ്കിലും നിങ്ങൾ ഇതിനൊരു നല്ലൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ജൈനമ്മ കൊല്ലപ്പെടിയലായിരുന്നു. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതിന് മുന്നേയാണ് ആയിഷ കൊല്ലപ്പെട്ടെന്നൊക്കെ പറയണത്. ജൈനമ്മ കൊല്ലപ്പെടിയലായിരുന്നു. സെബാസ്റ്റ്യനെ നല്ലതുപോലെ ചോദ്യം ചെയ്ത്
അറസ്റ്റ് ചെയ്ത് അകത്താക്കിയിരുന്നെങ്കിൽ ജൈനമ്മ കൊല്ലപ്പെടുകയില്ലായിരുന്നു. ഇന്നലെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബിന്ദു പത്മനാഭൻ്റെ സഹോദരൻ ഇങ്ങനെ ചാനലിലേക്ക് വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ചാനലുകാരെല്ലാം എൻ്റെ അടുത്ത് വന്നത്. അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് പറഞ്ഞത് തന്നെ. അല്ലെങ്കിൽ എൻ്റെ വിശ്വാസം മുഴുവനും ക്രൈംബ്രാഞ്ച് തന്നെ അത് തെളിയിക്കട്ടെ എന്നുള്ളൊരു നിലപാടിലാണ് ഞാൻ നിന്നിരുന്നത്. എനിക്ക് ഫേമസ് ആകാനോ അല്ലെങ്കിൽ മറ്റുള്ള നേട്ടങ്ങൾ നേടാനോ ഒന്നിനും വേണ്ടിയിട്ടല്ല. ആദ്യമേ ഇത് കൊടുത്തേനായിരുന്നു. അങ്ങനെയുള്ള ഈ ചാനലിലേക്ക് വന്നപ്പോഴും നമുക്കൊരു ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ ചാനലിലേക്ക് വന്നപ്പോഴും കുറച്ച് പേരൊക്കെ നെഗറ്റീവ് കമൻ്റ് ഇടുന്നുണ്ട്. അതിപ്പോൾ ഞാൻ ഓരോരുത്തരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊന്നും സാരമില്ല, അതൊക്കെ അങ്ങനെ വരുമെന്ന് പറയും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ ഓപ്പോസിറ്റ് ആൾക്കാരുണ്ടല്ലോ, ഉണ്ട്, വൈഫിനും മക്കൾക്കും ഒക്കെ കുത്തിയിരുന്ന് മെസ്സേജ് അഴക്കാം. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് കമ്മീഷൻ മേടിച്ചോണ്ട് ചേച്ചി കളിച്ചതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനിതിൽ ശരിക്കും പറഞ്ഞാൽ നിരപരാധിയാണ്. ഒരു സത്യം കേട്ടപ്പോൾ അത് ലോകത്തോട് വിളിച്ചു പറയാൻ ഞാൻ മുതിർന്ന് അതിനുള്ളൊരു ധൈര്യം ഞാൻ കാണിച്ച് അതിൻ്റെ ഭവിഷ്യത്ത് വലുതാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞു. പക്ഷെ എന്നാലും ഞാൻ പിന്നോട്ട് മാറിയില്ല. ഞാൻ അതുമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഇപ്പോഴും എന്നോട് ഓരോരുത്തർ പറയുന്നുണ്ട് സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും സത്യം തെളിയുമെങ്കിൽ തെളിയട്ടെ, അത് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അല്ലാതെ ഞാനിതിൽ നിന്നൊരു പ്രതിഫല അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. അതൊരു വിഷമം വരും. അതൊരു വിഷമമുണ്ട്. നമ്മൾ ചെയ്യുന്ന ഈ ലോകത്തിനോട് ചെയ്യുന്ന ഒരു നല്ല കാര്യത്തിനെ ഇങ്ങനെ അത് അങ്ങനെ നെഗറ്റീവുകൾ കേട്ടപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ആ നെഗറ്റീവ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഞാനിത് ക്രൈംബ്രാഞ്ചിലേക്ക് സബ്മിറ്റ് ചെയ്തിട്ട് 3.5 വർഷമായി. അവർ എന്തുകൊണ്ടാണ് ഇത്ര നീട്ടിക്കൊണ്ടുപോയതിനെ പറ്റി എനിക്കറിയത്തില്ല. ഞാൻ ഇന്നലെ ചാനലുകാർക്ക് ഇങ്ങനെ അഭിമുഖം കൊടുക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ബിന്ദു പത്മനാഭൻ്റെ സഹോദരൻ ഞാനുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. പറഞ്ഞിരുന്ന് ഈ വോയിസ് ക്ലിപ്പ് ഞാൻ പുള്ളിക്ക് ഫസ്റ്റിലെ തന്നെ അഴിച്ചു കൊടുത്ത്. അതാ പറഞ്ഞത്, ഈ വോയിസ് ക്ലിപ്പ് എൻ്റെ സഹോദരന് കൊടുത്ത്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന സഹോദരന് കൊടുത്ത്, ബിന്ദു പത്മനാഭൻ്റെ സഹോദരന് കൊടുത്ത്, പിന്നെ ക്രൈംബ്രാഞ്ചിന് കൊടുത്ത്. 3 കൂട്ടർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ പുറം ലോകത്തേക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഈ നേരം വരെ ഇന്നലെ അത് ചാനലുകാർ വന്ന് എടുക്കുന്നവരെയും പുറം ലോകത്തിനോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഈ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. ഒരു രഹസ്യ സ്വഭാവത്തിൽ തന്നെ ഉദ്യോഗസ്ഥന്മാരെ അത് കണ്ടുപിടിക്കട്ടെ എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ ഇത്ര നാള് പ്രതീക്ഷ ഉണ്ടായിരുന്നു. സെബാസ്റ്റ്യനെ പിടിച്ചപ്പോഴും എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇതോടുകൂടി ഈ ബിന്ദു പത്മനാഭന്റെ കേസും തെളിയാൻ പോകുന്നു എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അത് പെട്ടെന്ന് നശിഞ്ഞ്. എന്താണെന്ന് വെച്ചാൽ അപ്പൊ മീഡിയയോട് പറയാനായിട്ട് ബിന്ദു പത്മനാഭന്റെ സഹോദരൻ പ്രവീൺ സാർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ മീഡിയയുടെ മുമ്പിൽ വന്നത്. പക്ഷേ ബിന്ദു പത്മനാഭൻ സഹോദരനോട് കാണിച്ചത് ഒരു തെറ്റാണ്. അതൊക്കെ അവരുടെ കുടുംബ വിഷയങ്ങളല്ലേ സാറേ, അതേപ്പറ്റിയൊന്നും എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. എനിക്ക് ഈ വോയിസ് ക്ലിപ്പ് കിട്ടിയതും ഇത് വോയിസ് ക്ലിപ്പ് കിട്ടുന്നതിന് മുന്നേ ഇത് ചത്തുപോയി എന്നുള്ളത് വാമൊഴി കിട്ടുന്നതും എല്ലാം കറക്റ്റായിട്ട് കിട്ടിയത് കൊണ്ട് ഈ വോയിസ് വന്നപ്പോഴത്തേക്ക് ഞാനത് റെക്കോർഡ് ചെയ്ത് വെച്ച് അത് എത്തിക്കേണ്ട അടുത്ത് ഞാൻ എത്തിച്ച്. അല്ലാതെ ഞാൻ അത് കിട്ടിയപ്പോൾ ഞാൻ പുറത്തുള്ള നാട്ടുകാരുടെ മൊത്തം ഇങ്ങനെ പറഞ്ഞു കിടന്ന കേസിന് വല്ല ഇതും കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ പുറം ലോകത്തോടെന്ന് പറഞ്ഞ മറ്റുള്ള ജനങ്ങളോട്, മറ്റുള്ളവരോട്, ബന്ധുക്കളോട്, എൻ്റെ വീട്ടിലുള്ള മക്കളോട് ഒന്നും ഞാൻ പറഞ്ഞില്ല. എനിക്കും എൻ്റെ ഭർത്താവിനും അറിയായിരുന്നു. പ്രവീണിനോട് പറയുന്നത് എന്നാ? ക്രൈംബ്രാഞ്ചിന് കൊടുത്തതിന് ശേഷമാണ്. പ്രവീൺ എൻ്റെ സഹോദരൻ്റെ കൂട്ടുകാരനാണ്, പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള എൻ്റെ സഹോദരൻ്റെ കൂട്ടുകാരനാണ്. അവർ ആ നാട്ടുകാരുമാണ്, ആലെങ്കിൽ പ്രദേശത്ത് തന്നെ. സഹോദരനെ വിളിച്ചാണ് ഞാൻ പറയണത്, ഇന്ന പോലെ എനിക്ക് എൻ്റെ കയ്യിലൊരു വോയിസ് ക്ലിപ്പ് ഉണ്ട്, അതെങ്ങനെയെങ്കിലും ഒന്ന് എത്തിക്കേണ്ട അടുത്ത് എത്തിക്കണം, എനിക്ക് അത് ഭയങ്കര പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, നീ അവിടെ വയ്ക്കും, ഞാൻ ദേ വരുന്നെന്നും പറഞ്ഞ് എൻ്റെ കടയിൽ വന്ന് അങ്ങോട്ട് ഫോണിലേക്ക് മേടിച്ചില്ല. അതിന് സപ്പോർട്ടായിട്ട് പുള്ളിയുടെ കൂടെ ഉണ്ടെന്ന് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ കുഴപ്പത്തില്ല. പുള്ളിയുടെ കൂടെ ഇല്ല എന്നുള്ളൊരു ഇത് വരുമ്പോഴത്തേക്ക് അത് ഞങ്ങളോടൊന്നല്ല ആരോടാണെങ്കിലും അങ്ങനെ തന്നെ വൈരാഗ്യബുദ്ധി ഉണ്ടാകും. എടുക്കും. ഒരുപാട് പേര് ഉപദ്രവിക്കാനെന്ന് പറഞ്ഞാൽ ആരുമായിട്ട്, അയൽവക്കക്കാരുമായിട്ട് ആരുമായിട്ടും നല്ല സംസർഗത്തിലല്ലായിരുന്നു. ഞങ്ങൾ ഒരു വീട്ടുകാരെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഒരു 5-6-7 വർഷത്തോളം ഞങ്ങൾ ഒരു വീട് പോലെ കഴിഞ്ഞു പോയത് ആൾക്കാരാണ്. പിണങ്ങാൻ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പുള്ളി പറയുന്ന കാര്യങ്ങൾ നമ്മൾ പേടിയായി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആരെ ഇതുപോലെ തന്നെ ഒക്കെ ചെയ്യാൻ ഉള്ള ഒരു മനസ്ഥിതിക്കാരനാണ് എന്നെനിക്ക് മനസ്സിലായി.
ഫ്രാങ്ക്ലിന് ഇപ്പോൾ ഒരു 10-68 വയസ്സ്, 10-68 വയസ്സ് കാണും. 68 വയസ്സുണ്ട്. ഈ സെബാസ്റ്റ്യനൊക്കെ അത്ര തന്നെ ആ അതേ പ്രായം തന്നെ ഉണ്ട്. അതേപോലത്തെ ഒരു ആളുവാണ്. തടി. ഇപ്പോഴിങ്ങനെ ഇറങ്ങി നടക്കുന്ന ആളാണോ അതോ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആളാണോ? വീട്ടിൽ അയാള് കാറുണ്ട്. കാറുമായിട്ട് മദ്യപാനാണ് പ്രധാന ഹോബി. ഈ ഭാര്യ എങ്ങനെയാ? ഭാര്യ തീർത്തും പാവം അല്ലേ? അതൊക്കെ പാവാണ്. ഭാര്യയും മക്കളും ഒക്കെ പാവ. അതുങ്ങളൊക്കെ പഞ്ചപാവങ്ങളാണ്. അന്ന് 31 ലക്ഷം രൂപയുടെ വസ്തു എത്ര പിന്നെ വിറ്റ്? 22.5 ലക്ഷം. കഷ്ടം. 10 ലക്ഷം രൂപയുടെ നഷ്ടമാണ്. അതാ ഞാൻ പറഞ്ഞു, എനിക്കൊരു 5 സെന്റ് സ്ഥലം മേടിക്കേണ്ട കാശ് നഷ്ടപ്പെട്ടു പോയി. ഒരു പൂച്ചക്കിട്ട് ഇരുമ്പ് പൊടിയും കൊണ്ട് തലക്കടിച്ച് ആ ജീവൻ പോകുന്ന കണ്ട് ആസ്വദിച്ചല്ലേ? അത്രയും ഒരു ക്രൂര മനസ്ഥിതി. ആ ഒരു മനസ്ഥിതിയെ കുറിച്ചാണ് ഞാൻ അന്നേരം ചിന്തിച്ചത്. അവർക്കൊക്കെ എന്താ ചെയ്യാൻ പാടില്ലാത്തെ? പൂച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ കറക്കം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അത് അതിന് ഇതില്ലാതെ റിലേ ഇല്ലാതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് ഫ്രണ്ടിലോട്ട് നടക്കണാണ്, പക്ഷെ അത് സൈഡിലോട്ടാ പോണത്. ഒന്നേ ഞാൻ നോക്കിയുള്ളു. ഞാൻ വീട്ടിലോട്ട് അന്ന് രാത്രി എങ്ങാണ്ടും ചത്ത്. പിറ്റേ ദിവസം അത് കുഴിച്ചിടാനാണ് വിളിച്ചത്. ഇത് നമ്മളെ കാണിക്കാനും കൂടി ആയിരിക്കും ചിലപ്പോൾ ചെയ്തത്. ആയിരിക്കാം. ഞാൻ ഇങ്ങനത്തെ ആളാണ് നമ്മൾ നിങ്ങളെ സൂക്ഷിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരുമെന്നുള്ള ഒരു സൂചന പോലെ ആയിരിക്കും ചെയ്തത് ചിലപ്പോൾ. അങ്ങനെയുള്ള പേടിയൊന്നും ഇല്ലായിരുന്നു. എത്രയ്ക്ക് എന്നെ ചെയ്യാനാണെന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ ഇതിൻ്റെ പിന്നിലൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ ചെയ്യാൻ സാധിക്കുമായിരിക്കും. അങ്ങനെയുള്ള പേടിയൊന്നും എനിക്കില്ലായിരുന്നു. ആദ്യം മുതലേ അങ്ങനെയുള്ള പേടിയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇയാൾ ആരെയോ ഒക്കെ പേടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം മുതലേ. ഇയാൾ എപ്പോഴും ഒരു കരുതലോട് കൂടി തന്നെ ജീവിച്ചത്. തോക്കൊക്കെ കയ്യിലുണ്ട്. ഈ സെബാസ്റ്റിനെ തന്നെയായിരിക്കും ഒരു പക്ഷേ പേടി. ഒരു തെറ്റ് ചെയ്ത ആളുകൾക്ക് എപ്പോഴും ഒരു പേടി ഉള്ളിലുണ്ടാകുമല്ലോ. ഏത് നിമിഷവും പിടിക്കപ്പെടും എന്നുള്ളൊരു പേടി അവരുടെ ഉള്ളിലുണ്ട്. അത് മറച്ചു വെച്ചിട്ടാണ് ചോദ്യം ചെയ്യുമ്പോഴത്തേക്ക് അവർ പറയണത് അവർക്കറിയില്ല, ഇയാളെ കണ്ടിട്ടില്ല, ഇയാളുടെ പേര് പോലും ഇപ്പോഴാണ് കേൾക്കണത് എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. പിന്നെ വേറൊരു കേസ് അതിനകത്ത് പറയുന്നുണ്ടല്ലോ, ഒരു ഓട്ടോ ഡ്രൈവർ ഉണ്ടായിരുന്നു തൂങ്ങിച്ചത്തു. അതൊക്കെ സോഡ പറയുന്നുണ്ട്. അത് പിന്നെ ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യനെയും കൊണ്ട് നടന്ന ഒട്ടക്കാരനാണെന്ന് പറയുന്നത്. പെൺകുട്ടി മരണപ്പെടുക, ആ മരണപ്പെട്ട് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു വേദന ഓർത്തിട്ട് ഒരു മനുഷ്യൻ എന്ന നിലയിലുള്ള ഒരു വലിയ ഒരു കടമയാണ് ഇപ്പം നിർവഹിച്ചത്. ഏതായാലും നിങ്ങൾ ദയവ് ചെയ്ത് ഒരു രീതിയിൽ ഇത് കാണുന്നവർ, കമൻറ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഈ ചേച്ചിയെ പോലുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. ധാരാളം ആൾക്കാരുടെ കയ്യിൽ ഇതേപോലെ ഈ കേസിന് നിർണായകമായ തെളിവുകൾ നൽകാൻ പറ്റുന്ന പല കാര്യങ്ങളും പലരുടെ കയ്യിലുമുണ്ട്. പലരും അത് വെളിയിൽ പറയാതിരിക്കുകയാണ്. അവർക്കൊക്കെ അവരുടെയൊക്കെ വായടപ്പിക്കാൻ നിങ്ങൾ നിൽക്കാതെ ശരിയായിട്ടും ഈ ചേച്ചിയെ പോലുള്ള ആൾക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, അവരെ കരുതുകയും ചെയ്യുമ്പോഴാണ് ധാരാളം ഇതേപോലുള്ള തെളിവുകൾ പോലീസിന് കിട്ടുകയും ഈ കേസിൽ കൃത്യമായി അവർ ശിക്ഷിക്കപ്പെടുന്ന അപരാധികളായിട്ടുള്ള ആൾക്കാർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.